Hello everyone, welcome back to my channel NCRT Malayalam. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിവിഷൻ സെക്ഷൻ ആണ്. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ സ്കൂളിലൊക്കെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞ് റിവിഷനും കഴിഞ്ഞ് പ്രീ ബോർഡൊക്കെ സ്റ്റാർട്ട് ചെയ്ത കുറേ പേരുണ്ട്. നമുക്ക് ഏകദേശം മെയ് മാർച്ച് സമയങ്ങളിലൊക്കെ ആയിരിക്കും പ്രീ ബോർഡ് കണ്ടക്ട് ചെയ്യില്ല, ബോർഡ് എക്സാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് നല്ല ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ ആവരുത്, കൺഫ്യൂഷൻ ആവരുത്, നല്ല രീതിയിൽ പഠിച്ചു പോവുക. ബ്രെയിൻ എപ്പോഴും എക്സസൈസ് ചെയ്തുകൊണ്ടേ കൊടുക്കുക. അതായത് എന്തെങ്കിലും നല്ല നല്ല ആക്ടിവിറ്റീസ് ചെയ്യുക, മെഡിറ്റേഷൻസ് ചെയ്യുക, നല്ല നല്ല ചെസ് പോലത്തെ ഗെയിംസ് ഒക്കെ കളിക്കുക. നല്ല രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബ്രെയിൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നല്ല മെഡിക്കലായിട്ട് പഠിക്കണ്ടേ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലോട്ട് പോവാം കേട്ടോ. Geography Chapter 1 Resources and Development Revision along with notes. Moving on to the definition of what is a resource. A resource is everything available in our environment which can be used to satisfy our needs provided it is technologically accessible, economically feasible and culturally acceptable can be termed as a resource. For example, minerals, forest, fossil fuels, etc. So what is the definition of a resource? Resource വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ എൻവയോൺമെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതെന്തായിരിക്കണം, നമ്മുടെ ഓരോ ആവശ്യകത സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. അത് ടെക്നോളജിക്കലി അക്സസിബിൾ ആയിരിക്കണം, ടെക്നോളജി ഉപയോഗിച്ച് നമുക്കത് കണ്ടെത്താൻ കഴിയുകയും എക്കണോമിക്കലി അത് ഫീസിബിൾ ആയിരിക്കണം, അതിൻ്റെ കോസ്റ്റൊക്കെ നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. കൾച്ചറലി അക്സെപ്റ്റബിൾ, അതായത് നമ്മുടെ ഏത് റീജിയനാണോ നമ്മൾ നിൽക്കുന്നത് ആ റീജിയനിലെ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യണം. ഇറ്റ് ഈസ് നോൺ ആസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് റിസോഴ്സ് എന്ന് പറയും. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ മിനറൽസ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, ഫോസിൽ ഫ്യൂൾസ് ഒക്കെ നമുക്ക് എന്ത് പറയാം, റിസോഴ്സ് ആണെന്ന് പറയാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്, ദാറ്റ് ഈസ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സ്. റിസോഴ്സ് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? There are 4 classification, that is on the basis of origin there is biotic and abiotic, on the basis of exhaustibility renewable and non-renewable, on the basis of ownership individual or personal, community, national and international, on the basis of status and development, potential, developed, reserve and stock. So a classification based on the origin, that is the biotic and abiotic, and based on exhaustibility, അതായത് നമ്മുടെ സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് റിന്യൂവബിൾ ഉണ്ട്, നോൺ റിന്യൂവബിൾ ഉണ്ട്. ഓണർഷിപ്പ് അനുസരിച്ച് ഇൻഡിവിജ്വൽ ഓർ പേഴ്സണൽ, കമ്മ്യൂണിറ്റി, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഉണ്ട്. ബേസ്ഡ് ഓൺ ദ സ്റ്റേറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ്, പൊട്ടൻഷ്യൽ ഉണ്ട്, ഡെവലപ്ഡ് ഉണ്ട്, റിസർവ് ആൻഡ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഈസ് ദി ബയോട്ടിക് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ, ബയോട്ടിക് റിസോഴ്സസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം ദി ബയോസ്ഫിയർ. They have life or are living resources, example human beings, fisheries, forests, etc. Biotic means, bio means എന്താണ്, ലൈഫ് എന്നാണല്ലേ മീനിങ്. അപ്പോൾ ബയോട്ടിക് റിസോഴ്സസ് ഒക്കെ നമുക്ക് ബയോസ്ഫിയറിൽ അവൈലബിൾ ആയിട്ട് റിസോഴ്സസ് ആണ്. അതെന്ന് പറയുമ്പോൾ നമുക്ക് ഹ്യൂമൻ ബീങ്സ് നമ്മളൊക്കെ അതിൽ പെടുന്നതാണ്. ഫിഷറീസ് പെടും, ഫോറസ്റ്റ് പെടും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ലിവിങ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് എന്തിൽ പെടും, ബയോട്ടിക് റിസോഴ്സിൽ പെടും. ഇനി അബയോട്ടിക് റിസോഴ്സ് എങ്ങനെയാണ്? ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ നോൺ ലിവിങ് തിങ്സ്. എല്ലാ നോൺ ലിവിങ് തിങ്സിനും നമുക്ക് അബയോട്ടിക്കലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റോക്സ് ആൻഡ് മിനറൽസ് അല്ലേ, പാറകളും മിനറൽസൊക്കെ നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. മൂവിങ് ഓൺ ടു ദ റിന്യൂവബിൾ റിസോഴ്സസ്. റിന്യൂവബിൾ റിസോഴ്സസ് നമ്മൾ പറഞ്ഞു ബേസ്ഡ് ഓൺ ദി എക്സ്ഹോസ്റ്റിബിലിറ്റി. അപ്പോൾ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. റിന്യൂവബിൾ എന്താണ്? റിന്യൂവബിൾ റിസോഴ്സസ് വിച്ച് ക്യാൻ ബി റിന്യൂഡ് ഓർ റീപ്രൊഡ്യൂസ്ഡ് ബൈ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോസസ് ആർ നോൺ ആസ് റിന്യൂവബിൾ ഓർ റീപ്ലെനിഷബിൾ റിസോഴ്സസ്. എക്സാമ്പിൾ വാട്ടർ, വൈൽഡ് ലൈഫ്, ഫോറസ്റ്റ്, സോളാർ എനർജി, വിൻഡ് എനർജി എക്സെട്ര. സോ ഒരു റിസോഴ്സിനെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെയൊക്കെ? ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഒരു മെക്കാനിക്കൽ പ്രോസസ്സൊക്കെ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതിന് റിന്യൂവബിൾ അല്ലെങ്കിൽ റീപ്ലനിഷബിൾ എന്നൊക്കെ പറയും. എക്സാമ്പിൾ പറയുന്നത് വാട്ടർ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്, വൈൽഡ് ലൈഫ് അങ്ങനെ ചെയ്യാം, ഫോറസ്റ്റൊക്കെ നമുക്കറിയാം ഒരുപാട് ട്രീസ് നമുക്ക് പ്ലാന്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തിട്ട് അത് പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ എന്തായി മാറും, ഫോറസ്റ്റായി മാറും. അപ്പോൾ നമുക്കതൊക്കെ എന്ത് ചെയ്യാം, റിന്യൂ ചെയ്യാൻ പറ്റും. സോളാർ എനർജിയും അങ്ങനെ തന്നെ, വിൻഡ് എനർജിയും അങ്ങനെ തന്നെയാണ്.
Now, moving on to non-renewable resources, the resources which once get exhausted cannot be remade. They take a long geological period of time, that is millions of years in their formation. Example, minerals, fossil fuels, etc. സോ ഒരു റിസോഴ്സസ് എക്സോസ്റ്റഡ് ആയി പോയാൽ അല്ലെങ്കിൽ തീർന്നു പോയാൽ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, റീമെയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ജിയോളജിക്കൽ പീരീഡ് ഓഫ് ടൈം, ഒരുപാട് സമയമെടുത്തിട്ട് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് അത് ഉണ്ടായിത്തീരുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം എന്ത്, നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോൾ ഡീസലൊക്കെ അല്ലേ, പെട്രോളിയം പ്രൊഡക്ട്സൊക്കെ ഒരുപാട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഉണ്ടായിത്തീരുന്നത്. എക്സാമ്പിൾ മിനറൽസ്, ഫോസിൽ ഫ്യൂവൽസ്, എക്സെട്ര. Moving on to individual resources, that is the classification based on ownership. Individual resources are personal, owned by individuals, that is on land, house, etc. അല്ലേ, ഒരു ഇൻഡിവിജ്വലിന് സ്വന്തമായിട്ടുള്ളത് അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട്, സ്വന്തമായിട്ടൊരു ലാൻഡൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ ഈസ് ദി community owned resources, resources which are accessible to all the members of the community, that is example park, playgrounds, theaters, etc. അല്ലേ, തിയേറ്റേഴ്സ് പറയാൻ പറ്റും, അതുപോലെ തന്നെ ടെമ്പിൾസ്, കോമൺ പോണ്ട്സ് അല്ലേ, നമ്മുടെ പോണ്ടുകളൊക്കെ കുളങ്ങളൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതല്ലേ, പാർക്ക്, പിക്നിക് ഗ്രൗണ്ട്സ്, പ്ലേ ഗ്രൗണ്ട്സ് ഒക്കെ എന്താണ്, കമ്മ്യൂണിറ്റി ഓൺഡാണ്. അതായത് എല്ലാ മെമ്പേഴ്സിനും എന്താ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാ മെമ്പേഴ്സും അത് യൂസ് ചെയ്യാനുള്ള അവകാശമുണ്ട്. Now next and third one is the national resources. National resources which belongs to our nation, അതായത് നമ്മുടെ നേഷന് ബിലോങ് ചെയ്തിട്ടുള്ള റിസോഴ്സിനെയാണ് നമുക്ക് പറയാം. എക്സാമ്പിൾ റോഡ്സ്, റെയിൽവേസ്, അതുപോലെ തന്നെ എയർപോർട്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാഷണൽ റിസോഴ്സ് ആണെന്ന് പറയാൻ പറ്റും. ദെൻ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ്, ദാറ്റ് ഈസ് ദി international resources. International resources means resources which no individual country can utilize. അതായത് നമ്മുടെ ഒരു കൺട്രീനകത്തുള്ള ഒരു ഇൻഡിവിജ്വലിനും യൂസ് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത റിസോഴ്സാണ് ഇൻ്റർനാഷണൽ റിസോഴ്സസ്. എക്സാമ്പിൾ ഓഷ്യാനിക് വാട്ടേഴ്സ് ബിയോണ്ട് 200 കിലോമീറ്റേഴ്സ് അല്ലേ, 200 കിലോമീറ്ററിന് അപ്പുറത്തുള്ള ഓഷ്യാനിക് വാട്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് നമ്മൾ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഇൻ്റർനാഷണൽ റിസോഴ്സുകൾ പറയാൻ പറ്റും. അത് കൺട്രിയിൽ അവൈലബിൾ ആണ്, ബട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ് ഈസ് ദി പൊട്ടൻഷ്യൽ റിസോഴ്സസ്, സ്റ്റോക്ക് ആൻഡ് റിസർവ്. സോ പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, റിസോഴ്സസ് ഫൗണ്ട് ഇൻ ദ റീജിയൻ ബട്ട് നോട്ട് ഇൻ യൂസ്. എക്സാമ്പിൾ സോളാർ എനർജി ഇൻ രാജസ്ഥാൻ. അതായത് റീജിയനിൽ കാണുന്ന റിസോഴ്സാണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് രാജസ്ഥാനിൽ സോളാർ എനർജി ഉണ്ട്, പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ യൂസ് ചെയ്തിട്ടില്ല. വേറെ എക്സാമ്പിളാണ് വിൻഡ് ഇൻ ഗുജറാത്തിനകത്തുള്ള വിൻഡ്. സ്റ്റോക്കിൻ്റെ ഡെഫിനേഷനായിട്ട് വരുന്നത് ദ റിസോഴ്സസ് അവൈലബിൾ ബട്ട് ഡു നോട്ട് ഹാവ് അപ്രോപ്രിയേറ്റ് ടെക്നോളജി ടു ആക്സസ്. റിസോഴ്സ് എല്ലാം അവൈലബിൾ ആണ്, പക്ഷേ ആ ടെക്നോളജി ഉപയോഗിച്ച് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു റിസോഴ്സസിന് എല്ലാം വേണം, അതായത് നമ്മുടെ എക്കണോമിക്കലി ഫീസിബിൾ ആയിരിക്കണം, ടെക്നോളജിക്കലി ആക്സസിബിൾ ആയിരിക്കണം, കൾച്ചറലി അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഇതിനകത്ത് റിസോഴ്സസ് അവൈലബിൾ ആണ്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ടെക്നോളജിക്കലി ആക്സസ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ലാക്ക് ഓഫ് ടെക്നിക്കൽ നോ ഹൗ ടു യൂസ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ടു ആസ് എ സോഴ്സ് ഓഫ് എനർജി അല്ലേ. അതായത് ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് എനർജി ഉണ്ടാക്കാം എന്നുള്ളൊരു കാര്യം. കാരണം ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് അറ്റ്മോസ്ഫിയറിൽ അവൈലബിൾ ആണ്, പക്ഷേ അത് രണ്ടും ഉപയോഗിച്ചിട്ട് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിനെ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. Next is a reserve, that is a subset of a stock, can be used for the future needs. Example water in dams, forest resources, etc. റിസർവ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ ഒരു സബ്സെറ്റാന്ന് പറയുന്നത്, സ്റ്റോക്കിൻ്റെ കീഴിലുള്ളൊരു വേറെ സാധനമാണ് റിസർവ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്യൂച്ചറിലെ ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ നമ്മളെ ഡാമിലെ വാട്ടർ എന്ത് ചെയ്യാൻ പറ്റുന്ന ഫോറസ്റ്റ് റിസോഴ്സൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. കാരണം ഡാമിലെ വാട്ടർ നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അത് നമ്മുടെ ഫ്യൂച്ചർ നീഡിന് ആവശ്യമുള്ളൊരു സാധനമാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് സബ് ഹെഡിങ്സ് അണ്ടർ ദ ക്ലാസിഫിക്കേഷൻ. Moving on to what is sustainable development. Sustainable economic development means that development should take place without damaging the environment, and development in the present should not compromise with the needs of future generation. Sustainable development എന്ന് പറയാൻ എന്താണ്, എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കണം, നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഡാമേജ് ചെയ്യാതെ, അതുപോലെ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ഫ്യൂച്ചറിൻ്റെ കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ നടത്തുന്ന ഡെവലപ്മെൻറ്റാണ് എന്ത് പറയുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നല്ല ഒരു ഡെവലപ്മെൻറ്റാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്.
Land under important relief features in India. So, important relief features in ഇന്ത്യയിലുള്ള ലാൻഡ്സ് ഏതൊക്കെയാണ്? അതായത് പ്ലെയിൻസിൽ 43% ഉണ്ട്, മൗണ്ടെയിൻസ് 30% ആൻഡ് പ്ലാറ്റ്യൂസ് 27%. Land degradation. Land degradation continuous use of land over a long period of time without taking appropriate measures to conserve and manage it. അതായത് സ്ഥിരമായിട്ട് ലാൻഡ് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കുറേ നാളുകൾക്ക്, അതായത് അതിനെ കൺസേർവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഉപയോഗം മാനേജ് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിൽ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് വിളിക്കാം. മെഷേഴ്സ് ടു സോൾവ് പ്രോബ്ലംസ് ഓഫ് ലാൻഡ് ഡിഗ്രഡേഷൻ. എങ്ങനെയൊക്കെ നമുക്ക് ലാൻഡ് ഡിഗ്രഡേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും? ഫ്യൂ ആർ ഗിവൺ ബിലോ. എഫോറസ്ട്രേഷൻ അല്ലേ, നമുക്ക് എഫോറസ്ട്രേഷൻ അതായത് ഒരുപാട് ചെടികൾ പിന്നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നടാൻ പറ്റും, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രോപ്പർ മാനേജ്മെൻറ്റ് ഓഫ് ഗ്രേസിംഗ് ടു കൺട്രോൾ ഓവർ ഗ്രേസിംഗ്, പ്ലാന്റിംഗ് ഓവർ ഗ്രേസിംഗ്, അതായത് ഒരുപാട് ഗ്രേസിങ്, അതായത് നമ്മുടെ കാറ്റൽസൊക്കെ ഗ്രേസ് ചെയ്യില്ലേ, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഓവറായിട്ട് ഗ്രേസ് ചെയ്യുന്നൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പ്ലാന്റിംഗ് ഓഫ് ഷെൽട്ടർ ബെൽറ്റ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഷെൽട്ടർ ബെൽറ്റ് പ്ലാന്റ് ചെയ്യാൻ പറ്റും. സ്റ്റെബിലൈസേഷൻ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബൈ ഗ്രോയിങ് തോണി ബുഷസ്. തോണി ബുഷസ് അതായത് ഡെസേർട്ടി ഏരിയാസിലൊക്കെ തോണി ബുഷസൊക്കെ പ്ലാന്റ് ചെയ്തിട്ട് സാൻഡ് ഡ്യൂൺസ് അല്ലെങ്കിൽ സാൻഡിൻ്റെ കുന്നുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓഫ് മൈനിങ് ആക്ടിവിറ്റീസ്. ഒരുപാട് ഇങ്ങനെ ഖനനം അല്ലെങ്കിൽ മൈനിങ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അവോയ്ഡ് ഓവർ ഇറിഗേഷൻ. ചുമ്മാ കയറിയിട്ട് വെള്ളമൊഴിക്കാതെ ആവശ്യത്തിന് മാത്രം ചെടികൾക്കൊക്കെ ഇറിഗേറ്റ് ഒക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ അവോയ്ഡ് ഓവർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഓവർ യൂസ് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്താലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ലാൻഡ് ഡിഗ്രഡേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോയിൽ ഇറോഷൻ, അതായത് മണ്ണൊലിപ്പ്. ദ denudation of the soil cover and subsequent washing down is soil erosion. അപ്പോൾ ന്യൂഡ് എന്ന് പറയുമ്പോൾ എന്താ? ഒന്നുമില്ലാത്തൊരവസ്ഥ അല്ലേ. അപ്പോൾ ഡീന്യൂഡേഷൻ എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ സോയിലിനെ ഡീന്യൂഡ് ചെയ്തിട്ട്, അതിൻ്റെ കവറിനെ ഡീന്യൂഡ് ചെയ്തിട്ട് എന്നിട്ട് സോയിലിനെ വാഷ് ചെയ്യുന്നതിനാണ് നമുക്ക് എന്ത് പറയാം? സോയിൽ ഇറോഷൻ എന്ന് പറയാം. അതായത് the denudation of the soil cover and subsequent washing down is called soil erosion. Reasons for soil erosion include. Soil erosionൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? A. Human activities like deforestation, overgrazing, construction, mining, defective methods of fanning, etc. അപ്പം എന്തൊക്കെയാണ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്? അതായത് ഡീഫോറസ്ട്രേഷൻ ഉണ്ട്, ഓവർഗ്രേസിംഗ് ഒക്കെ, മൈനിങ് ഒക്കെയാണ് ഇതിൻ്റെ വേറെ കാരണങ്ങളൊക്കെ. രണ്ടാമത്തെ എന്തൊക്കെയാണ്? നാച്ചുറൽ ആയിട്ടുള്ള ഫോഴ്സസ് ലൈക്ക് വിൻഡ്, ഗ്ലേസിയർ ആൻഡ് വാട്ടർ ഫ്ലോ. നാച്ചുറൽ ഫോഴ്സസ് ആയിട്ടുള്ള വിൻഡും ഗ്ലേസിയറും വാട്ടർ ഫ്ലോയൊക്കെയാണ്. ഗ്ലേസിയർ എന്താണ്? ഐസിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ ഗ്ലേസിയർ എന്ന് പറയുന്നത് അല്ലേ. അതൊക്കെയാണ് സോയിൽ ഇറോഷൻ്റെ കാരണങ്ങളൊക്കെ, അല്ലെങ്കിൽ സോയിൽ ഇറോഷൻ്റെ റീസൺസ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് സോയിൽ ഇറോഷൻ. സോയിൽ ഇറോഷൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ദർ ആർ 2 types of soil erosion, gully erosion and sheet erosion. What is gully erosion? The running water cuts through the clayey soil and makes deep channels known as gullies. This makes the land bad land, and in Chambal basin such as land is called ravines. സോ ഗള്ളി ഇറോഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വെള്ളം ഇങ്ങനെ, അതായത് റണ്ണിങ് വാട്ടറിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ക്ലേയി സോയിലൂടെ ഒക്കെ കടത്തി വിട്ടിട്ട് അവിടെ ഓരോ ഡീപ്പ് ചാനൽസ് ഫോം ചെയ്യും. അതായത് ഗള്ളീസ് എന്നാണ് അതിന് പറയുക. ഇതെന്ത് ചെയ്യും? ലാൻഡിനെ ബാഡ് ലാൻഡാക്കി മാറ്റും, അതായത് വെള്ളം കെട്ടി നിന്നിട്ട്. എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ചമ്പൽ ബേസിനിൽ ഉള്ള ലാൻഡിനെ നമുക്ക് റവൈൻസ് അല്ലെങ്കിൽ റെവൈൻസ് എന്നൊക്കെ വിളിക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ദി ഷീറ്റ് ഇറോഷൻ. When top soil over large area is washed away, it is known as sheet soil. ടോപ്പ് സോയിലിൽ മാത്രം വാഷ് ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയൊരു ഏരിയയിൽ ടോപ്പ് സോയിൽ മാത്രം ഇങ്ങനെ ഒഴുകി പോവുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷീറ്റ് പോലെ ഒഴുകി പോവുകയാണെങ്കിൽ ഷീറ്റ് ഇറോഷൻ എന്ന് പറയാൻ പറ്റും. മെത്തേഡ്സ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ ഇൻ ഹില്ലി ഏരിയ. ഹില്ലി ഏരിയാസിൽ സോയിൽ ഇറോഷൻ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും? പ്ലോയിങ് അലോങ് ദി കോണ്ടൂർ ലൈൻസ്, കോണ്ടൂർ പ്ലോയിങ് അല്ലേ. കോണ്ടൂർ ലൈൻസിലുള്ള പ്ലോയിങ് അല്ലെങ്കിൽ കലപ്പ് വെച്ചിട്ട് പ്ലോ ചെയ്യുന്നതിനാണ് നമ്മൾ കോണ്ടൂർ പ്ലോയിങ് എന്ന് പറയുന്നത്. പിന്നെ ടെറസ് കൾട്ടിവേഷൻ, ടെറസ് പോലെ കൾട്ടിവേറ്റ് ചെയ്യുക. സ്ട്രിപ്പ് ഫാമിംഗ് ആൻഡ് ഷെൽട്ടർ ബെൽറ്റ്സ് ഒക്കെയാണ് വേറെയുള്ള ഇറോഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ്. സോയിൽസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ദിസ് ഇസ് എ ലാസ്റ്റ് ടോപ്പിക്. There are different types of soil: alluvial soil, black soil, red and yellow soil, laterite soil and arid soil, forest soil. Moving on to the first one, that is the alluvial soil.
Entire northern plains are made of alluvial soil, also found in the eastern coastal plains, particularly in the deltas of Mahanadi, the Godavari, Krishna and Kaveri rivers. അപ്പോൾ കാവേരി ഗോദാവരി കൃഷ്ണ ഇതിൻ്റെ പ്ലെയിൻസിൽ കാണുന്ന സോയിലാണ്, അല്ലെങ്കിൽ നോർത്തേൺ പ്ലെയിൻസിൽ കാണുന്ന സോയിലാണ് അല്ലോവിയൽ സോയിൽ എന്ന് പറയുന്നത്. ഫെർട്ടൈൽ സോയിൽ എന്ന് പറയും ദെർഫോർ ഫിറ്റ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. അപ്പോൾ അല്ലോവിയൽ സോയിലാണ് ഫലഭൂഷ്ഠമായിട്ടുള്ള സോയിൽ, ഫെർട്ടൈൽ സോയിലാണ്. അപ്പോൾ അത് അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. Regions of the alluvial soils are intensively cultivated and densely populated. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റീജിയൻ ഭയങ്കര ഡെൻസ്ലി കൾട്ടിവേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിരിക്കും. റിച്ച് ഇൻ potash, phosphoric acid and lime, which are ideal for the growth of sugarcane, paddy, wheat and other cereals and pulse crops. അപ്പോൾ ഇതിനകത്ത് കാണുന്ന മിനറൽസ് ഏതൊക്കെയാണ്? പൊട്ടാഷ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്, ലൈം ഉണ്ട്. ലൈം എന്ന് പറയുമ്പോൾ എന്താ? കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്. ഇതൊക്കെ എന്തിന് ആവശ്യകതയാണ്? ഷുഗർ കെയിൻ്റെയും പാഡി, വീറ്റ് പോലത്തെ സിറിയൽസിനൊക്കെ ഗ്രോത്തിന് അത്യാവശ്യമായിട്ടുള്ളതാണ്. Now moving on to the black soil. Black soil എന്താണ്? which is in black in color ആയിരിക്കും and also known as rigor soil. REGUR, rigor soil. Ideal for growth of cotton and it is known as black cotton soil. ഈ ബ്ലാക്ക് സോയിൽ ഏറ്റവും നല്ലത് ആർക്കാണ്? കോട്ടൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കാണുന്നത് ദിസ് ഇസ് ഫൗണ്ട് ഇൻ പ്ലാറ്റ്യൂസ് ഓഫ് മഹാരാഷ്ട്ര, സൗരാഷ്ട്ര, മാൽവ, Madhya Pradesh and Chhattisgarh and also along the Godavari and Krishna valleys. Made of extremely fine, that is the clayey material, well known for their capacity to hold moisture, rich in calcium carbonate, magnesium, potash and lime. അപ്പോൾ ഇതിന് എന്താണ് സൂട്ടബിൾ? ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് കോട്ടൺ ആയിരുന്നു. കോട്ടൻ്റെ കൾട്ടിവേഷനാണ്, അതുകൊണ്ട് കോട്ടൺ സോയിൽ എന്നും പറയാറുണ്ട്. ഇത് അതുപോലെ തന്നെ മാൽവ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് ഭാഗത്തൊക്കെയാണ് കൂടുതലും കാണുന്നത്. എക്സ്ട്രീംലി ഫൈൻ ആയിട്ടുള്ള ക്ലേ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ ഇറ്റ് ഈസ് വെൽ നോൺ ഫോർ ദ ഹോൾഡിങ് നേച്ചർ ഓഫ് മോയ്സ്ചർ. മോയ്സ്ചർ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു വയ്ക്കാൻ പറ്റും അല്ലേ? ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതിന് മിനറൽസ് ഏതൊക്കെ കാണുന്നത്? കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ആൻഡ് ലൈം ഒക്കെ ഉണ്ട്. Red and yellow soils. Red and yellow soils found in the areas of low rainfall in the eastern and southern parts of the Deccan Plateau. Eastern and southern parts of the Deccan Plateauവിൽ ലോ റെയിൻഫോളും അല്ലെങ്കിൽ ആ ഏരിയയിൽ കാണുന്നതാണ്, ലോ റെയിൻഫോൾ ഏരിയയിൽ കാണുന്നതാണ് ഈ റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്. പിന്നെ കാണുന്നത് ഒഡീഷ, ഛത്തീസ്ഗഡ്, സദേൺ പാർട്സ് ഓഫ് ദി മിഡിൽ ഗംഗ പ്ലെയിൻ ആൻഡ് അലോങ് ദി പീഡ്മോണ്ട് സോൺ ഓഫ് ദി വെസ്റ്റേൺ ഗട്ട്സ്. Develop a reddish color due to diffusion of iron in the crystalline and metamorphic rocks. അപ്പോൾ ക്രിസ്റ്റലൈൻ മെറ്റാമോർഫിക് റോക്സ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിനകത്തേക്ക് അയൺ ഡിഫ്യൂസ് ചെയ്തിട്ടാണ് അതിന് റെഡ് കളറായിട്ട് മാറിയത്. ഇനി ലാറ്ററൈറ്റ് സോയിൽ develops in the areas with high temperature and heavy rainfall. ഈ റെഡ് ആൻഡ് യെല്ലോ സോയിൽ നമ്മൾ എന്താ പറഞ്ഞത്? ലോ റെയിൻഫോൾ ഉള്ളത്. സോ വാട്ട് അബൌട്ട് ദ സോയിൽ ഇൻ ദ ഹൈ ഓർ ഹെവി റെയിൻഫോൾ? ലാറ്ററൈറ്റ് സോയിൽസ് എന്ന് പറയും. which is found in Karnataka, Kerala, Tamil Nadu, Madhya Pradesh and hilly areas of Odisha and Assam. Suitable for cultivation with adequate doses of manures and fertilizers. Low humus content because decomposers like bacteria gets destroyed due to high temperature. അപ്പോൾ ഈ പറയുന്നത് എന്തിന് സൂട്ടബിളാണ്? നമ്മുടെ ഫെർട്ടിലൈസേഴ്സും കാര്യങ്ങൾക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള സോയിലാണ്. ലോ ഹ്യൂമസ് കണ്ടൻറ്റ് കാരണം ഡീകമ്പോസേഴ്സൊക്കെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഹൈ ടെമ്പറേച്ചർ കാരണം ഡിസ്ട്രോയ് ചെയ്യുന്നതുകൊണ്ടാണ് ലോ ഹ്യൂമസ് കണ്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ഈസ് ദി എറിഡ് സോയിൽ. എറിഡ് സോയിലിനെ പറ്റി പറയുകയാണെങ്കിൽ വിച്ച് ഇസ് ഫൗണ്ട് ഇൻ ദി വെസ്റ്റേൺ പാർട്സ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാൻ്റെ വെസ്റ്റേൺ പാർട്സിലാണ് കാണുന്നത്. ആഫ്റ്റർ പ്രോപ്പർ ഇറിഗേഷൻ ദി സോയിൽ ബിക്കം കൾട്ടിവബിൾ. നന്നായിട്ട് ഇറിഗേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് കൾട്ടിവബിൾ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് തിങ്ക് ചെയ്യാൻ പറ്റും, രാജസ്ഥാനിലൊക്കെ ഇവിടെ എന്താണ് കൂടുതൽ ഡെസേർട്ടി ഏരിയാസാണ്. അപ്പോൾ നന്നായിട്ട് ഇവിടുത്തെ സോയിൽ ഇറിഗേറ്റ് ചെയ്താൽ മാത്രമേ അത് കൾട്ടിവബിൾ ആവാൻ തയ്യാറാവുള്ളൂ. ലാക്സ് ഹ്യൂമസ് ആൻഡ് മോയ്സ്ചർ ബിക്കോസ് ഓഫ് ഡ്രൈ ക്ലൈമറ്റ് അല്ലേ? ഓൾറെഡി നമുക്കറിയാം ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഹ്യൂമസ് കുറവായിരിക്കും ഡ്രൈ ക്ലൈമറ്റ് കാരണം. പിന്നെ ഹൈ ടെമ്പറേച്ചറൊക്കെ എന്ത് ചെയ്യും? ഇവാപ്പറേഷൻ ഫാസ്റ്റർ ആക്കും അല്ലേ? അപ്പോൾ സോൾട്ട് കണ്ടൻറ്റ് ഈസ് വെരി ഹൈ ആൻഡ് കോമൺ സോൾട്ട് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ. അപ്പോൾ കോമൺ സോൾട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്തിട്ടാണ്. ഫോറസ്റ്റ് സോയിൽസ് ആണ് ലാസ്റ്റ് ടോപ്പിക്ക് നമ്മുടെ.
Found in the hilly and mountainous areas where sufficient rainforests are available. അല്ലേ, ഹില്ലി ആൻഡ് മൗണ്ടൈനിയസ് ഏരിയയിൽ കൂടുതലായിട്ടും നമ്മുടെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഫോറസ്റ്റ് സോയിൽസ് കാണുന്നത്. ഫീച്ചർ ഡിഫറൻസ് ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ. അപ്പോൾ ഓരോ ഫീച്ചേഴ്സും നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ലോമി ആൻഡ് സിൽറ്റി ഇൻ വാലി സൈഡ്സ് ആൻഡ് കോഴ്സ് ഗ്രെയിൻഡ് ഇൻ ദ അപ്പർ സ്ലോപ്പ്. അപ്പോൾ നല്ലൊരു ലോമി അല്ലെങ്കിൽ നല്ലൊരു ഒട്ടിപ്പിടിച്ച രീതിയിൽ അല്ലെങ്കിൽ സിൽറ്റി സോയിലൊക്കെ ആയിരിക്കും വാലിയുടെ സൈഡിലൊക്കെ. പക്ഷേ അപ്പർ സ്ലോപ്പുകളിൽ എന്തുണ്ടാവും, കുറച്ച് കോഴ്സ് ആയിട്ടുള്ള ഗ്രെയിൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ തരിതരി പോലത്തെ മണ്ണുകളായിരിക്കും അപ്പർ സ്ലോപ്പിൽ കാണുക. സിൽ ഇൻ ദ lower parts of the valleys, particularly on the lower terrace and alluvial fans are fertile. അപ്പോൾ ഈ ഒരു സൈഡിൽ, അതായത് ലോവർ ടെറസിലൊക്കെ നല്ല സില്ലി സോയിലായിരിക്കും, അല്ലൂവിയൽ ഫാൻസൊക്കെ ഫെർട്ടൈൽ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സോയിൽസിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന് റിവിഷൻ നോട്ട്സ് എന്ന് പറയുന്നത്. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും താങ്ക് യു.